ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 752, സൂറത്തുൻ നൂർ, പേജ് നമ്പർ 1219 24ാമത്തെ സൂറത്ത് നൂർ, പ്രകാശം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 64. ദൈവിക പ്രകാശത്തെപ്പറ്റി 35ാം ആയത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രകാശം അഥവാ നൂറ് എന്ന പേര് അങ്ങനെയാണ് നൽകപ്പെട്ടത്. ബാധ്യതകൾ, മര്യാദകൾ, ശിക്ഷാവിധികൾ ഇവയെല്ലാം ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ആയത്തുകൾ 1 മുതൽ 10 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 753, സൂറത്തുൻ നൂർ, ആയത്ത് 1. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ. നാം അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്ത ഒരു അധ്യായമാണിത്. ഇത് പ്രവാചകൻ സ്വന്തം പറഞ്ഞ വാചകങ്ങളല്ല, പ്രവാചകന് നാം ഇറക്കിക്കൊടുത്തിട്ടുള്ള നമ്മുടെ വചനങ്ങളാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കണിശമായിട്ടുള്ളതാണ്. യാതൊരു ഭേദഗതിയും ചെയ്യാൻ പറ്റുകയില്ല. വഅൻസൽനാ ഫിഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം അതിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് സത്യമാണെന്നും ന്യായമാണെന്നും ഉള്ളതിന് വേറെ തെളിവ് ആവശ്യമില്ല. സ്വയം തെളിവുകളാണ്. അങ്ങനെയുള്ളതാണ് ആയത്തുകൾ.
ഈ അധ്യായത്തിൽ വ്യക്തിപരവും സാമൂഹ്യപരവുമായ ബാധ്യതകൾ, മര്യാദകൾ, ശിക്ഷാവിധികൾ ഇവയെല്ലാം വിവരിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി. ആയത്ത് 2. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്തിൻ. വ്യഭിചരിച്ച സ്ത്രീയും പുരുഷനും ഓരോരുത്തരെയും 100 അടിവീതം നിങ്ങൾ അടിക്കുക. വലാ തഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിൻ്റെ ദീനിൽ അവരെ സംബന്ധിച്ച് ദയ നിങ്ങളെ ബാധിക്കരുത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വൽയഷ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, അവർ രണ്ടുപേരുടെയും ശിക്ഷയ്ക്ക് വിശ്വാസികളിൽ നിന്ന് ഒരു സംഘം ഹാജരാകേണ്ടതുമാകുന്നു. വ്യഭിചാരം ഭയങ്കര പാപമാകുന്നു. ബഹുദൈവാരാധനയും കൊലയും കഴിഞ്ഞാൽ പാപങ്ങളിൽ അടുത്ത സ്ഥാനമാണ് വ്യഭിചാരത്തിനുള്ളത്. സൂറത്തുൽ ഫുർഖാൻ 68-ാം വചനം ഇത് സൂചിപ്പിക്കുന്നു. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. അവർ ദയ അർഹിക്കുന്നില്ല. അവർക്ക് ശിക്ഷ നൽകുന്നത് പരസ്യമായി തന്നെ വേണം. വിശ്വാസികളിൽ നിന്നുള്ള ഒരു കൂട്ടം സ്ഥലത്ത് ഹാജരുണ്ടാവുകയും വേണം. ശിക്ഷ എല്ലാവർക്കും പാഠമായിരിക്കണം. പേജ് നമ്പർ 1220. വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് സ്ത്രീ എന്നാണ് ഖുർആൻ മുന്തിച്ചത്. മോഷണം നടത്തുന്നവരെക്കുറിച്ച് പറഞ്ഞിടത്ത് ആദ്യം പുരുഷനെയും എടുത്തു പറഞ്ഞു. ഈ വ്യത്യാസപ്പെടുത്തൽ ചിന്തനീയമാണ്. പുരുഷൻ അവിഹിത വീഴ്ചയ്ക്ക് എത്ര ആഗ്രഹിച്ചാലും വട്ടം കൂട്ടിയാലും സ്ത്രീയുടെ സമ്മതമില്ലാതെ സാധ്യമല്ല. വിസമ്മതത്തോടെ ബലമായി നടത്തുമ്പോൾ അത് വ്യഭിചാരമല്ല, ബലാത്സംഗമാണ്. അവിടെ പുരുഷനാണ് കുറ്റവാളി. വ്യഭിചാരത്തിൽ സ്ത്രീ തന്നെയാണ് മുൻകടക്കുന്നത്, അഥവാ സമ്മതിച്ച് ഒരുങ്ങുന്നത്. കളവ് നടത്തുന്നിടത്ത് പുരുഷനെ മുന്തിച്ചു. കാരണം അത്തരം കൃത്യങ്ങൾക്ക് ധൈര്യം സ്ത്രീയേക്കാൾ പുരുഷനാണുള്ളത്. എത്ര തത്വാധിഷ്ഠിതമാണ് ഖുർആന്റെ പ്രതിപാദനമെന്ന് ഗ്രഹിക്കുക. കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. ശിക്ഷ നടപ്പാക്കേണ്ടത് വ്യക്തികളല്ല, ഭരണകൂടമാണ്. സാക്ഷികൾ മൂലം കുറ്റം തെളിയുക, കുറ്റവാളി സ്വയം കുറ്റം സമ്മതിക്കുക, സ്ത്രീകൾക്ക് ഗർഭം പ്രത്യക്ഷമാകുക, ഈ മൂന്നിലൊരു കാര്യം കൊണ്ടാണ് കുറ്റം തെളിയുക. 4 ദൃക്സാക്ഷികൾ വേണമെന്നതാണ് പൂർത്തിയായ തെളിവ്. സാക്ഷികൾ വിശ്വസ്തരായിരിക്കണം. സാക്ഷികൾ 4-ൽ കുറഞ്ഞവരാണെങ്കിൽ കുറ്റം പരസ്യപ്പെടുത്തുന്നവർ തന്നെ ശിക്ഷാർഹരാകും. 3 പേരാണെങ്കിൽ 3 പേർക്കും ശിക്ഷ. 80 അടിയാണ് ഇങ്ങനെ ആരോപണവുമായി രംഗത്ത് വരുന്നവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ ഒരു നിയമ നടപടിയാണിത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ അടങ്ങിയിട്ടുള്ള മഹത്തായ ജ്ഞാനതത്വങ്ങൾ പ്രത്യേകം ഗ്രഹിക്കാൻ ഇതൊരു ഉദാഹരണമാണ്. 4-ൽ കുറഞ്ഞ ആളുകൾ ഈ ദുഷ്കൃത്യം കാണാനിടയായാൽ അവർ അത് ഗോപ്യമാക്കി വെക്കണം. 4-ൽ കുറഞ്ഞാൽ ആ കുറ്റക്കാരെ ഉപദേശിക്കുകയോ താക്കീത് ചെയ്യുകയോ ആകാം. ഉത്തരവാദ സ്ഥാനങ്ങളിൽ പരാതിപ്പെടുകയോ സമൂഹത്തിൽ പരസ്യപ്പെടുത്തുകയോ ചെയ്യരുത്. കുറ്റവാളികൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിൽ മാപ്പിന് ഖേദിച്ചു മടങ്ങുന്ന പക്ഷം അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. പശ്ചാത്താപത്താൽ അവർ നല്ലവരാകുകയും ചെയ്തേക്കാം. എന്നാൽ കുറഞ്ഞ സാക്ഷികൾ ഇത് പരസ്യപ്പെടുത്തുക നിമിത്തം ആ കുറ്റം ചെയ്തവർ നിന്ദിതരും അപമാനിതരും വ്യഭിചാരികളുമായി സമൂഹമധ്യത്തിൽ മുദ്രയടിക്കപ്പെടുന്നവരുമായിത്തീരുന്നു. ഈ ദുഷ്പേര് അവരുടെ മരണം വരെ അവരെ പിന്തുടരുന്നു. ഒരുപക്ഷെ അവരുടെ സന്തതികളെയും ഈ നിന്ദ്യത വലയം ചെയ്യും. അള്ളാഹു അടിമകളുടെ ആത്മാഭിമാനത്തിന് വലിയ പരിഗണന നൽകുന്നു. അഭിമാന സംരക്ഷണം നിയമം മൂലം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അറഫ മൈതാനിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൽ അപരൻ്റെ ആത്മാഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതിനെ കഠിനമായി താക്കീത് ചെയ്യുകയും അതിന് പവിത്രത നൽകുവാൻ ശക്തിയായി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യഭിചാരം ഒരു ഹീനമായ സാമൂഹിക തിന്മയായതിനാലാണ് കർശനമായ നിബന്ധന മൂലം കുറ്റക്കാർക്ക് പശ്ചാത്താപത്തിനും പാപമോചനത്തിനും വഴിയൊരുക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വ്യഭിചാരവൃത്തി സ്വയം ഏറ്റുപറഞ്ഞ് ശിക്ഷ അനുഭവിക്കാൻ ഒരുങ്ങി വന്നവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മുഖം തിരിക്കുകയും പല കാരണങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർ വീണ്ടും വീണ്ടും വന്ന് ശിക്ഷ സ്വയം ആവശ്യപ്പെട്ടപ്പോൾ ശിക്ഷ നടപ്പാക്കി. എന്നാൽ അവരെക്കുറിച്ച് നിന്ദിച്ച് സംസാരിച്ചു വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തിയായി ശാസിച്ചു.
അവരുടെ പശ്ചാത്തലത്തിൻ്റെ മഹത്വം പ്രവാചകൻ മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ 4 പേർ കാണത്തക്ക വിധം വ്യഭിചാരത്തിലേർപ്പെടുകയും അത് അധികൃത സ്ഥാനത്ത് എത്തുകയും 4 സാക്ഷികൾ ഉണ്ടാവുകയും ചെയ്താൽ ശിക്ഷ നടത്തുക തന്നെ വേണം. ഇത്രയും പരസ്യമായി ഈ ഹീനകൃത്യം ചെയ്യുന്നവർ സമൂഹത്തിൻ്റെ മാന്യമായ നിലനിൽപ്പിനും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയ്ക്കും കളങ്കമേൽപ്പിക്കുന്നു. അവർ സമൂഹത്തിലെ ഇത്തിക്കണ്ണികളാണ്. അത് പറിച്ചു മാറ്റുക തന്നെ വേണം. എന്നാൽ അവർ അവിവാഹിതരാണെങ്കിൽ 100 അടി കൊണ്ട് മതിയാക്കണം. വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് വിധി. ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ആരും ഇനി ചെയ്യാൻ മുതിർന്നുകൂടാ എന്നതാണ് പരസ്യമായി തന്നെ ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം. സമൂഹത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും കാത്തുസൂക്ഷിക്കപ്പെടണം. ഈ വിധി പ്രവാചക ചര്യയിലാണുള്ളത്. പ്രവാചകൻ്റെയും ഖുലഫ റാഷിദുകളുടെയും കാലത്ത് ഈ ശിക്ഷ നടപ്പിലൊരുത്തിയതായി പ്രബലമായ തെളിവുകളുണ്ട്. പേജ് നമ്പർ 1221. 4 പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യർ അവരെ ശിക്ഷിക്കുന്നില്ല, ആക്ഷേപിക്കുകയുമില്ല. മനുഷ്യർ അപ്രകാരം ചെയ്താൽ കണ്ടു നിൽക്കുന്നവർക്ക് അവരെ എറിഞ്ഞോടിക്കാൻ മനസ്സ് നിർബന്ധിക്കും. മനസ്സിൻ്റെ ഈ തോന്നൽ ധാർമ്മികമായ പ്രകൃതി ദാഹമാണ്. മനുഷ്യപ്രകൃതി ദാഹിക്കുന്ന കാര്യം തന്നെ അള്ളാഹു അവരിൽ നിർബന്ധ നിയമമാക്കിയെന്നാണ് വസ്തുത. വിവാഹിതർക്ക് ധർമ്മനിഷ്ഠമായ മാർഗം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ തൃപ്തിപ്പെടാതെ സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും ഭദ്രത നശിപ്പിക്കുകയും ബന്ധങ്ങളുടെ പവിത്രത കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഇസ്ലാം മാപ്പ് അനുവദിക്കുന്നില്ല. ആധുനിക ലോകം ഈ ദുഷ്കൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ മൗനാനുവാദം നൽകുകയോ ചെയ്യുന്ന നിലയിലാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പരിധികളുമില്ലാത്ത സ്ത്രീ പുരുഷ സമ്പർക്കങ്ങളും വിവിധ കലാപരിപാടികളും ക്യാമറയ്ക്ക് മുന്നിലും കാണികൾക്ക് മുമ്പിലും കൂസലില്ലാതെ കെട്ടിമറിഞ്ഞും ആലിംഗനം ചെയ്തും ചുംബിച്ചും നഗ്നത പ്രദർശിപ്പിച്ചും അഭിനയത്തിൻ്റെ പേരിൽ അഴിഞ്ഞാടുന്നതുമെല്ലാം വ്യഭിചാരത്തിനുള്ള പ്രോത്സാഹനമല്ലാതെ മറ്റെന്താണ്? സുന്ദരികളായ സ്ത്രീകൾ ലജ്ജയില്ലാതെ നഗ്നത പ്രദർശിപ്പിക്കുന്ന മോഡലുകളായി രംഗത്ത് വർദ്ധിക്കുന്നതും വ്യഭിചാരത്തിന് അനുകൂല സാധ്യതകൾ എറ്റുകയാണ് ചെയ്യുന്നത്. ആത്മീയതയുടെ പേരിൽ പോലും വ്യഭിചാരം അഴിഞ്ഞാടുന്ന ആശ്രമങ്ങളും കുപ്രസിദ്ധമാണ്. അവിവാഹിതരായ യുവതിവാക്കൾക്ക് യഥേഷ്ടം വിഹരിക്കാനും ഇഷ്ടമുള്ളിടത്ത് കൂടാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പാശ്ചാത്യ നാടുകൾ വ്യഭിചാരത്തിൻ്റെ കൂത്തരങ്ങുകളായിരിക്കുന്നു. അമേരിക്ക പോലുള്ള നാടുകളിൽ അവിവാഹിതകളായ കുമാരികൾ ഭൂരിപക്ഷവും വിവാഹത്തിന് മുമ്പ് ഗർഭിണികളാകുകയും ഗർഭചിത്രത്തിന് വിധേയരാകുകയും ചെയ്യുന്നതായിട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമവും ഈ ദുഷ്കൃത്യത്തിന് കൂട്ടുപിടിച്ചു കൊടുക്കുന്നതാണ്. പരസ്പര തൃപ്തിയോടെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു കഴിയുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകം ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദര മുദ്രാവാക്യങ്ങൾ മുഴക്കി വ്യഭിചാരത്തിന് തണലേകുകയാണ്. രാഷ്ട്രനായകന്മാർ പോലും ആരോപണമുക്തരല്ല. എന്നാൽ വ്യഭിചാരത്തിൻ്റെ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ചില മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനൊരു അപവാദമാണ്. ഇത്തരം നീചകൃത്യങ്ങൾക്ക് വളമേകുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും ആ നാടുകൾ പൊതുവെ മുക്തമാണ്. കുറ്റകൃത്യങ്ങൾ വളരെ വിരളമായി മാത്രമേ അവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങളുടെ മഹത്വം സാമൂഹികമായി തന്നെ ഇവിടങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. ലോകം ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങളെങ്കിലും പാലിച്ചിരുന്നെങ്കിൽ ധാർമ്മിക സദാചാര രംഗത്ത് ഒമ്പിച്ച നന്മകൾ അനുഭവിക്കുമായിരുന്നു. മനുഷ്യർ സർവനാശകരമായ ലൈംഗിക അരാജകത്വങ്ങളിൽ നിന്നും എയ്ഡ്സ് പോലുള്ള മഹാവിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. സ്വന്തം ഇണകളുമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുക എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. ലോകാരോഗ്യ സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അപരിചിതരുമായി ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പവിത്രമായ സദാചാര സംവിധാനത്തിലേക്ക് അറിയാതെയെങ്കിലും ലോകം ആശിക്കുന്നില്ലേ? മനുഷ്യർ ബോധവാന്മാരായെങ്കിൽ. ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ഇതിൽ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങൾ അത് ഇസ്ലാമിക സംവിധാനങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മാത്രമാണ് ബാധകമാകുന്നത്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 754, സൂറത്തു നൂർ ആയത്ത് 3, പേജ് നമ്പർ 1221. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ. വ്യഭിചരിക്കുന്നവളെയോ വ്യഭിചരിക്കുന്നവളെയോ
ബഹുദൈവ ആരാധകയെയോ അല്ലാതെ വിവാഹം കഴിക്കുകയില്ല. വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ. വ്യഭിചാരിണിയാകട്ടെ അവളെ വ്യഭിചാരിയോ ബഹുദൈവ ആരാധകനോ അല്ലാതെ വിവാഹം കഴിക്കുകയില്ല. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പേജ് നമ്പർ 1222. മുഹാജിറുകളിലെ ദരിദ്രന്മാരായ ചില സ്വഹാബികൾ ദുർനടപ്പുകാരികളായി അറിയപ്പെട്ട ചില സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ സമ്മതം ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നും സമ്മതം ചോദിച്ചവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയും ഈ ആയത്തോതി കേൾപ്പിക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുണ്ട്. ആയത്തിൻ്റെ ആകെ സാരം ദുർനടപ്പുകാരികളായ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യൽ മാന്യന്മാരും ഭക്തന്മാരുമായ ആളുകൾക്ക് ചേർന്നതല്ല. അവർക്ക് ചേരുന്നത് അവരെ പോലെയുള്ളവരും അതിനേക്കാളും ദുഷിച്ചവരുമാണ്. സാധാരണ നിലയ്ക്ക് സദ്വൃത്തന്മാർ ചീത്ത സ്ത്രീകളെയോ ദുർവൃത്തന്മാർ നല്ല സ്ത്രീകളെയോ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. സ്ത്രീകളുടെ നിലപാടും അങ്ങനെ തന്നെ. അപൂർവമായി വല്ലതും ഇതിനെതിരായി അനുഭവങ്ങൾ ഉണ്ടാകാം. ഇണയും തുണയും യോജിച്ചു പോകണം. ഇണയും തുണയും യോജിപ്പ് വേണം. വിശ്വാസികൾക്ക് അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞല്ലോ. വ്യഭിചാരിയെ വിവാഹം ചെയ്യുന്നതിനെയാണ് ഇവിടെ നിരോധിച്ചതെന്നും വ്യഭിചാരത്തെ നിഷിദ്ധമാക്കിയത് ചൂണ്ടിക്കാണിച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട്. താത്വികമായ മറ്റൊരു വിഷയത്തിൻ്റെ സൂചനയും ഈ വചനത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വ്യഭിചാരത്തെയും ബഹുദൈവാരാധനയെയും ബന്ധപ്പെടുത്തി പറഞ്ഞത് ചിന്തനീയമാണ്. സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ടതാണ് ആരാധന. അതിൽ സൃഷ്ടികളെ പങ്കാളികളാക്കുന്നത് പാപങ്ങളിൽ ഏറ്റവും ഭയങ്കരമായതാണല്ലോ. അള്ളാഹു ഏറ്റവും കോപിക്കുന്നതും. വ്യഭിചാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു തത്വം ഇതിനോട് യോജിക്കുന്നതാണ്. വിവാഹം മൂലം ഒന്നിച്ചു ചേരുന്ന ഇണകൾ പരസ്പരം വിശ്വസ്തത പുലർത്തി അനുഭവിക്കേണ്ട ശാരീരികവും മാനസികവുമായ സുഖവും ആനന്ദവുമാണ് ലൈംഗിക കാര്യങ്ങൾ. ഇണക്ക് മാത്രമായി അർപ്പിക്കേണ്ട ഈ പവിത്രതയിൽ അന്യരെ പങ്കുചേർക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അവിവാഹിതരും ഈ തത്വത്തിൽ നിന്നും മുക്തരല്ല. നിയമപരമായി ഇണയെ അനുവദിച്ചു കിട്ടുന്നതിന് മുമ്പ് അവർ അതിർത്തി ലംഘിക്കുന്നു. അവർക്കുള്ള ശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് അതിമഹത്തായ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതായി ഗ്രഹിക്കാം. ഇതൊരു ചിന്താപരമായ നിഗമനം മാത്രമാണ്. യാഥാർത്ഥ്യം അള്ളാഹുവിനറിയാം. ആയത്ത് 4. വല്ലദീന യർമൂനൽ മുഹ്സനാത്തി. പതിവ്രതകളായ സ്ത്രീകളെ പറ്റി അപവാദം പറയുന്നവർ ഹുമ്മലം യഅ്തു ബിഅർബഅതി ശുഹദാ. പിന്നെ 4 സാക്ഷികളെ അവർ ഹാജരാക്കിയതുമില്ല. ഫജ്ലിദൂഹും 80 ജൽദതൻ. എന്നാൽ അവരെ നിങ്ങൾ 80 അടി അടിക്കുക. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ. അവരുടേതായ യാതൊരു സാക്ഷ്യവും ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കുകയും അരുത്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ തന്നെയാണ് അധർമ്മകാരികൾ. മാനമര്യാദയോടുകൂടി ജീവിക്കുന്ന നല്ല പെണ്ണുങ്ങളുടെ പേരിൽ ആരെങ്കിലും വ്യഭിചാരം ആരോപിച്ചാൽ 4 സാക്ഷികളെ അവർ ഹാജരാക്കണം. അവർ ഈ നീചകർമ്മം ചെയ്യുന്നത് കണ്ടു എന്ന് അവർ 4 പേരും സാക്ഷിമൊഴി നൽകണം. അല്ലെങ്കിൽ അവരെ 80 അടി അടിക്കണം. പിന്നെ അതായത് ഈ സാക്ഷി 4 പേരില്ല എങ്കിൽ 3 പേര് മാത്രമുള്ളെങ്കിൽ അവരെ പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ ശിക്ഷിക്കണമെന്നതാണ്. പിന്നെ ഒരു കാര്യത്തിലും അവരുടെ സാക്ഷിത്വം സ്വീകരിക്കുകയും അരുത്. താന്തോന്നികൾ അവരാണ്. ഇവിടെ സ്ത്രീകളെ പ്രത്യേകമായി പറഞ്ഞതിൻ്റെ കാരണം ചാരിത്രശുദ്ധിക്ക് കളങ്കമേൽക്കുന്നതിൻ്റെ ദോഷം ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട് സാമൂഹികമായി പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇതിനാലായിരിക്കാം. പുരുഷന്മാരെ പറ്റി ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കും ശിക്ഷ ഇതുതന്നെ. 4 സാക്ഷികൾ മുഖേന കുറ്റം തെളിയിക്കപ്പെടാത്ത പക്ഷം ആരോപകരെ 80 അടി വീതം അടിക്കേണ്ടതാണ്. ആയത്ത് 5. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക. അതിനുശേഷം ഖേദിച്ചു മടങ്ങിയവരൊഴികെ. പേജ് നമ്പർ 1223. വഅസ്ലഹു. അവർ നന്നാക്കുകയും ചെയ്തു. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 4 സാക്ഷികളെ ഹാജരാക്കാത്ത വിധം പതിവ്രതകളിൽ വ്യഭിചാരക്കുറ്റം ആരോപിച്ചവർ ശിക്ഷ ഏറ്റുവാങ്ങുകയും അവർ പിന്നീട് പശ്ചാത്തപിക്കുകയും അവരുടെ ജീവിതം നന്നാക്കുകയും ചെയ്താൽ അള്ളാഹു അവരിൽ കരുണ ചെയ്തുകൊണ്ട് പുറത്തു കൊടുക്കുന്നതാണ്. അവർ ധർമ്മനിഷ്ഠരായി എന്ന് സമൂഹത്തിലും ഉത്തരവാദ സ്ഥാനങ്ങളിലും ബോധ്യമാകുന്നത് വരെയാണ് അവരുടെ സാക്ഷിത്വത്തെക്കുറിച്ചുള്ള വിലക്ക് എന്നത്ര ഈ വചനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ആയത്ത് 6. വല്ലദീന യർമൂന അസ്വാജഹും. സ്വഭാര്യമാരെ പറ്റി അപവാദം പറയുന്നവരാരോ അവർ
വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവർ സ്വന്തമല്ലാതെ അവർക്ക് സാക്ഷികളില്ല താനും. ഫശഹാദത്തു അഹദിഹിം, അപ്പോൾ അവരിൽ ഒരുവൻ്റെ സാക്ഷ്യം, അതായത് ആ ഭർത്താവിൻ്റെ സാക്ഷ്യം, അർബഉ ഷഹാദാത്തിൻ ബില്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ 4 തവണ സാക്ഷ്യം വഹിക്കലാണ് അവൻ. ഇന്നഹു ലമിന സ്വാദിഖീൻ, നിശ്ചയമായും അവൻ സത്യവാന്മാരിൽ പെട്ടവനാണെന്ന്. ആരെങ്കിലും വ്യഭിചാര കുറ്റം ചുമത്തി പറഞ്ഞാൽ 4 സാക്ഷികളെ ഹാജരാക്കണം, അല്ലെങ്കിൽ ശിക്ഷ ഏൽക്കണമെന്നുള്ള നിയമത്തിൽ നിന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ വിഷയം അള്ളാഹു ഒഴിവാക്കുന്നു. ഭർത്താവ് തൻ്റെ ഭാര്യ ഈ കുറ്റം ചെയ്യുന്നത് കണ്ടാൽ പിന്നെ അവളെ വെച്ചുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല, സാക്ഷികളെ ഹാജരാക്കാനും നിവൃത്തിയില്ല. എന്തു ചെയ്യും? അവിഹിത ബന്ധത്തിൽ കുട്ടിയുണ്ടായാലോ? ധർമ്മസങ്കടം തന്നെ. എന്തുണ്ട് ഈ വിഷമസന്ധിക്ക് പരിഹാരം? ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായി. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സാക്ഷികളില്ലാത്തത് കൊണ്ട് ശിക്ഷ നടത്തേണ്ടതായി വന്നു. ഈ വിഷമാവസരത്തിലാണ് ഈ വചനം ഇറങ്ങിയത്. അപ്പോൾ ഈ ഭർത്താവ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യണം. തൻ്റെ ഭാര്യയെ സംബന്ധിച്ച് താൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ 4 പ്രാവശ്യം സത്യം ചെയ്യണം. അതായത് ഇവിടെ ഒരു സെൻറ്റൻസ് സാക്ഷികളില്ലാത്തത് കൊണ്ട് ശിക്ഷ നടത്തേണ്ടതായി വന്നു എന്ന് കാണുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായില്ല, ഞാനിത് വിശദമായിട്ട് നോക്കിയിട്ടില്ല. അള്ളാഹു ആയ അത് ഇവിടെ തെറ്റിപ്പോയതാണോ അതോ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. 7 വൽ ഖാമിസതു അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, താൻ കള്ളവാദികളിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എനിക്കുണ്ടാവട്ടെ എന്ന് 5-ാം തവണ പറയണം. ഇതോടെ അവൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. വയദ്റഉ അൻഹൽ അദാബ, ആയത്ത് 8, അവളിൽ നിന്ന് ശിക്ഷ ഒഴിവാകും. അന്തഷ്ഹദ 4 ഷഹാദാത്തിൻ ബില്ലാഹി, അവൾ അള്ളാഹുവിൻ്റെ പേരിൽ 4 തവണ സാക്ഷ്യം വഹിക്കൽ. പേജ് നമ്പർ 1224. ഇന്നഹു ലമിനൽ കാദിബീൻ, നിശ്ചയമായും അയാൾ കളവ് പറയുന്നവരിൽ പെട്ടവനാണെന്ന്, അതായത് അവൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുക. 9 ആയത്ത് വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സ്വാദിഖീൻ, അയാൾ സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അവളിൽ ഉണ്ടാകട്ടെ എന്ന് 5-ാം തവണ അവൾ പറയണം. എന്നാൽ അവളിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കുന്നതാകുന്നു. ആരെങ്കിലും ഒരാൾ സത്യം ചെയ്യാൻ മുതിരുന്നില്ലെങ്കിൽ 2-ആളിൽ ഒരാൾ, അതായത് അവളോ അവനോ ശിക്ഷയ്ക്ക് അർഹനായിത്തീരും. 2 പേരും സത്യം ചെയ്താൽ 2 ആളും ശിക്ഷയിൽ നിന്ന് ഒഴിവായി. യഥാർത്ഥത്തിൽ ഒരാൾ കുറ്റക്കാരനും മറ്റേയാൾ നിരപരാധിയുമായിരിക്കുമല്ലോ. ബാഹ്യ തെളിവുകൾക്കനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുകയേ ഇഹലോകത്ത് നിവൃത്തിയുള്ളൂ. ഇരുവരും അന്യോന്യം തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നിച്ചു കഴിയൽ ന്യായമല്ല, അത് സാധ്യവുമല്ല. ഇതോടുകൂടി 2 പേരും എന്നേക്കും പിരിഞ്ഞു, അന്യോന്യം യാതൊരു ബന്ധവുമില്ല. അത് കടുപ്പമേറിയ ത്വലാഖാണിത്. നിയമാനുസൃതമല്ലാതെ ജനിക്കുന്ന കുട്ടി അവൻ്റേതല്ലെന്ന് ആണ് വിധി. ഇതിനേക്കാൾ ഭയങ്കരമാണ് പരലോക ശിക്ഷ എന്ന് എല്ലാവരും ഓർക്കുക. ആയത്ത് 10 വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, നിശ്ചയമായും അല്ലാഹു വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അഗാധജ്ഞനും അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ മഹാകഷ്ടത്തിലായി പോകുമായിരുന്നു.